Assalamualaikum. Welcome to Zeenas kitchen. ഇന്നൊരു ചെറിയ ഇഫ്താർ വ്ളോഗാണ് കാണിക്കുന്നത്. ഇതൊരു 2-3 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എൻ്റെ അനിയത്തിൻ്റെ പണി എൻ്റെ നിസ്കാരക്കുപ്പായോ തട്ടോ എല്ലാം ഇട്ട് നിസ്കരിക്കല. സാധാരണ നമ്മൾ നോമ്പ് തുറക്കുന്നേരം നാസ്ത കഴിക്കാറില്ല. നമുക്കിഷ്ടം ഫ്രൂട്ട്സും ഇതേപോലത്തെ സ്നാക്സും കഴിക്കാനാണ്. ഫസ്റ്റ് തന്നെ ഉമ്മ കിച്ചണിൽ കയറിയിട്ട് മട്ടൻ കറിയാണ് ആക്കുന്നത്. അതിനു വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു 3 ഉള്ളി സ്ലൈസ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉമ്മ സാധാരണ ഉച്ചയ്ക്ക് തന്നെ ഇതുപോലെ കറിയാക്കി വെക്കും. എന്നിട്ട് അസർ നിസ്കാരത്തിന് ശേഷം കിച്ചണിൽ കയറല്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി 1 കിലോ മട്ടനും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കാം. നമുക്കിവിടെ നോമ്പിന് എല്ലാ ദിവസവും ഒന്നെങ്കിൽ ഇറച്ചിക്കറി ആയിരിക്കും അല്ലെങ്കിൽ ചിക്കൻ കറി ആയിരിക്കും. ഇപ്പം ചിക്കൻ കറി അങ്ങനെ ആക്കലില്ല, കാരണം ഉമ്മാമ ഇവിടെ ഉണ്ട്. ഉമ്മാമ ചിക്കൻ അങ്ങനെ തിന്നാത്തതുകൊണ്ട് അധികം ഇറച്ചിക്കറിയാണ് ആക്കൽ. മീനാണം വെച്ചതെല്ലാം ഇഷ്ടമാക്കണമെന്നെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ എൻ്റെ അനിയന് മീനാണം വെച്ച കറിയും മീൻ കറിയൊന്നും തിന്നൂല്ലോ. എനിക്ക് എപ്പോഴും ഒന്നെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ഇറച്ചിക്കറി വേണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇറച്ചിക്കറി ആക്കുന്നത്. അടുത്തത് ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് ഉമ്മ കുറച്ച് കായ് സ്റ്റീം ചെയ്യാൻ വെച്ചിനി. സ്റ്റീം ചെയ്ത കായ് ഇതുപോലത്തെ ഒരു ഫുഡ് പ്രോസസ്സറിലിട്ടിട്ടാണ് ഉമ്മ സാധാരണ അരച്ചെടുക്കാറ്. കായ് ഇവിടെ ഇപ്പം നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കി കായും കൂടി അരച്ചെടുക്കാം. അസർ നിസ്കാരത്തിന് ശേഷം ബൻ നിറച്ചതിനും സമോസക്കും വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ആണ് ഇവിടെ റെഡിയാക്കുന്നത്. ഫസ്റ്റ് ഇറച്ചിപ്പത്തിലാക്കാനാണ് വിചാരിച്ചത്, പക്ഷേ അന്ന് എൻ്റെ അനിയത്തിക്ക് നോമ്പായതുകൊണ്ട് ഓള് പറഞ്ഞ് സമോസ ആക്കിയാൽ മതിയെന്ന്. ഇവിടെ ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് 3-4 ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ആക്കി വെച്ച മട്ടൻ കറിയത്തെ കുറച്ച് മട്ടൻ പീസസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാല ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ഉന്നക്കായൻ്റെ പണ്ടാണ് റെഡിയാക്കുന്നത്. ആദ്യം കുറച്ച് പഞ്ചസാരയും ഇട്ട് അതിലേക്ക് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് തേങ്ങയും ഇടാം.
ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു ടീസ്പൂൺ ഗീയും ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉന്നക്കായൻ്റെ വീഡിയോ ഉമ്മ ഓൾറെഡി അപ്ലോഡ് ആക്കിയതാണ്. അതിൽ മുട്ടപ്പണ്ടാണ് ആക്കുന്നത്. ഇനി അടുത്തത് സമൂസയാണ് റെഡിയാക്കുന്നത്. അടുത്തത് ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട തരി കാച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി പാലൊഴിച്ച് 2 ടേബിൾ സ്പൂൺ തരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. രണ്ട് രീതിയിൽ തരി കാച്ചത് ഉണ്ടാക്കലുണ്ട്. ഒന്ന് ഈ രീതിയിലും, മറ്റൊന്ന് ആദ്യം തന്നെ സോസ് പാനിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഉള്ളിയിട്ടതിന് ശേഷം തരിയും പാലെല്ലാം ഒഴിച്ചിട്ടാണ് ആക്കൽ. തരി കാച്ചിയതിൻ്റെ വീഡിയോ ഓൾറെഡി ഉമ്മ ചാനൽ അപ്ലോഡ് ആക്കിയതാണ്. ഇനി അടുത്തത് ഉന്നക്കായും സമൂസയും ഫ്രൈ ചെയ്യണം. ഇനി അടുത്തത് ബണ്ണിൽ മസാല ഫില്ലാക്കണം. ഉമ്മ ഈ രീതിയിലാണ് ബണ്ണ് കട്ടാക്കൽ. സാധാരണ എല്ലാവരും നടുക്കത്തെ ബണ്ണിൻ്റെ പാട്ട് എടുത്തിട്ടാണ് മസാല ഫില്ലാക്കൽ. പക്ഷേങ്കിൽ ഉമ്മ ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ടാക്കിയിട്ട് മസാല വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു പുഴുങ്ങിയ മുട്ടൻ്റെ പകുതി ഭാഗം വെച്ച് കൊടുത്തിട്ട് ബണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത പാർട്സെല്ലാം അതിൻ്റെ മേലെ വെച്ച് കൊടുക്കും. എന്നിട്ട് കട്ട് ചെയ്ത പാർട്ടും അതിൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കും. ബണ്ണരച്ചതിൻ്റെ വീഡിയോ ഉമ്മ ഓൾറെഡി അപ്ലോഡ് ആക്കിയതാണ്. ഇനി ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. എൻ്റെ ഫേവറേറ്റാണ് ഉഴുന്നുവട.
സാധാരണ ഇതേപോലെ 4 സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറില്ല, 2 3 സ്നാക്സാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി ഉഴുന്നുവട ഇതേപോലെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ബന്നൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് മുട്ടയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം കട്ടാക്കിയ ഭാഗം നമുക്ക് ഫ്രൈയിങ് പാനിൽ വെച്ച് കൊടുക്കാം, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓയിലും ഗീയും മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ആക്കാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഓരോ സൈഡാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനി രാത്രിയത്തെ ഫുഡ് നെയ്ച്ചോറും ഇറച്ചിക്കറിയും ജീരകക്കഞ്ഞിയാണ്. ജീരകക്കഞ്ഞി ഉപ്പാക്കും ഉമ്മാക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, നമുക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല. സാധാരണ നമ്മൾ നോമ്പിന് എല്ലാ ദിവസവും അരിറൊട്ടിയാണ്, ഇടയ്ക്ക് ഇങ്ങനെ ആഴ്ചക്ക് 1 2 ദിവസം നെയ്ച്ചോറ ഇറച്ചിച്ചോറ അല്ലെങ്കിൽ ബിരിയാണി ആക്കും. ബാക്കിയുള്ള ദിവസമെല്ലാം അരിറൊട്ടി ഇറച്ചിക്കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.